വെഞ്ഞാറമൂട് നടന്ന ഒരു കൊലപാതകം. ആറ് പേരെ നിഷ്ഠൂരമായിട്ട് തല്ലി. അതിൽ 5 പേര് മരിച്ചു. ഒരാൾ സർവൈവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു, ഉറപ്പൊന്നുമില്ല. ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്ത്രീയാണ്, അമ്മയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അമ്മ, അങ്ങനെയുള്ള അമ്മമ്മ, അങ്ങനത്തെ ഒന്നും ഒരു റിലേഷൻഷിപ്പിനോടൊന്നും ഒരു മൂല്യമില്ല എന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയത്തില്ല. എനിക്കിത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയ ഒരു ഇൻസിഡൻ്റാണ്. ഞാൻ ടോട്ടലി ഔട്ട്. ബിക്കോസ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്നൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ്. ഇത്രയും ഒരുപാട് കണ്ടു, ഇത്രയും അധികം ഒരു വാർത്തയ്ക്ക് പിന്നിൽ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത്രത്തോളം ഞാൻ ഈ കൗതുകത്തോടു കൂടി ഈ വാർത്ത കാണുകയാണ് ചെയ്തത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ ഉമ്മ ഒത്തിരി സ്നേഹിച്ച് പാമ്പേർഡാക്കി വളർത്തിയ 2 കുഞ്ഞുങ്ങളാണ്. ഒരുപാട് കഷ്ടപ്പാടുകളിൽ കൂടി മുന്നോട്ട് വന്ന കുടുംബം പെട്ടെന്ന് തന്നെ ഫിനാൻഷ്യലി സ്ട്രെങ്ത് ആകുന്നു. നല്ല ഒത്തൊരുമയുള്ള കുടുംബം, പരസ്പരം സഹായിക്കാൻ തയ്യാറാകുന്നു. പക്ഷെ ഇതിനകത്തൊക്കെ തന്നെ ഹിഡൻ അജണ്ടയുണ്ട്, ഒരു പ്രശ്നമുണ്ട്. പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് എത്തിപ്പെടാത്ത കുറേ മനുഷ്യർ കാരണമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന കുറേ കള്ളന്മാരുണ്ട്. അതുകൊണ്ട് മാത്രം ഞാനിത് പറയുന്നതേ ഉള്ളൂ. സിമിലർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള കുറേയധികം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ ആയിരിക്കും എന്ന് ഉദ്ദേശിക്കുന്നത്. മിക്ക മുസ്ലിം കുടുംബങ്ങളിലും ഒക്കെ കാണുന്ന, മുസ്ലിം എന്നല്ല, ഓൾമോസ്റ്റ് കൂട്ടുകുടുംബങ്ങളിലൊക്കെ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളെ മാതാപിതാക്കളല്ല നമ്മളുടെ ശരിക്കുള്ള യഥാർത്ഥ ഓണേഴ്സ്. അവിടെ ഒരുപാട് വാപ്പമാരുണ്ടായിരിക്കും, ഒത്തിരി ഉമ്മമാരുണ്ടായിരിക്കും. ഇവരൊക്കെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ചട്ടമുണ്ട്. അത് ഒരു വല്ലാത്തൊരു വിഷമഘട്ടമാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള യാതൊരു റൈറ്റ്സ് ഉണ്ടാവത്തില്ല. നമ്മുടേതായ എന്ത് കാര്യം വന്നാലും അതൊക്കെ ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ മറ്റുള്ളവരായിരിക്കും. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ആ ചെറുക്കൻ ഇത് ചെയ്തതാണോ എന്നൊരു സംശയം, അത്രയേ ഉള്ളൂ. ഒത്തിരി പേര് വീഡിയോ ചെയ്തതിൽ എനിക്ക് ക്യാൻവാസ് മീഡിയയുടെ വീഡിയോ ആണ് കുറച്ചുകൂടെ ഒരു ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ വെക്കുന്നു, കണ്ടു നോക്കുക. ഈ പെൺകുട്ടിയെ മുകളിലൊരു കസേരയിൽ കൊന്നിരുത്തിയിരിക്കുന്നു. പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന ആ കുഞ്ഞനുജനെ പോലും അവൻ വെറുതെ വിട്ടില്ല. ഇവിടെ ഈ നെറ്റിയിൽ ഒരു 3 ഹോളുണ്ടെന്നാണ്. ഹോളെന്ന് വെച്ചാൽ ഒന്നിൽ ഗൺ വെച്ച് ഷൂട്ട് ചെയ്തതുപോലെ, അല്ലെങ്കിൽ എന്തോ മുനയുള്ള സാധനം വെച്ച് അടിച്ചതുപോലെയാണ്. ഇത് രാവിലെ 10 മണിക്ക് ശേഷമാണ് ഈ മർഡറെല്ലാം അവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് രാവിലെ ഇവൻ്റെ പാങ്ങോട്ടുള്ളവൻ്റെ വാപ്പാടെ ഉമ്മാടെ വീട്ടിൽ പോയി അവരെ ബാത്റൂമിനകത്ത് കൊന്നിട്ടു. കഴുത്ത് മുറുക്കി കൊന്നെന്നാണ് അറിയാൻ സാധിച്ചത്. കൊന്നിട്ടിട്ട് അവൻ അവിടെ നിന്ന് നേരെ ആറ്റുംപുറത്ത് പോയി. അവരുടെ മാലയും ഒക്കെ കൈക്കിലാക്കി കൊണ്ടാണ് ആറ്റുംപുറത്ത് പോയത്. ആറ്റുംപുറത്ത് ഇവൻ്റെ വാപ്പാടെ ജ്യേഷ്ഠനും ഭാര്യയാണ്. പുള്ളി ഒരു CRPF ഉദ്യോഗസ്ഥന് റിട്ടയർഡ് ആളാണ്. അവിടെ പോയിട്ട് അയാളെയും കൊന്നു, ഭാര്യയും കൊന്നു. അതിനുശേഷമാണ് അയാളെ കൊന്ന് സോഫയിൽ കൊന്നിരുത്തിയിട്ടാണ് വന്നത്. അതും വളരെ ദാരുണമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവൻ നേരെ ഇവിടെ പേരുവരുടെ സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ 3:30 മണിക്കാണ് ഈ പെൺകുട്ടിയെ അവൻ വിളിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ അവൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നത്. ആ സമയത്ത് ഇവൻ്റെ അനിയൻ സ്കൂളിൽ പോയിട്ട് അവിടെ വന്നു. അപ്പോൾ ഇവനെയും കൊണ്ട് ബൈക്ക് കയറ്റിക്കൊണ്ട് പോയി. തിരിച്ച് വരുമ്പോൾ എന്തോ കവറൊക്കെ കയ്യിലുണ്ടായിരുന്നു പറയുന്നത് കേട്ടു. മന്തിയോ അങ്ങനെ എന്തോ ഫുഡാണ് കൊണ്ടുവന്ന്. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കും ആട്ടോയിലാണ് വരുന്നത്. കൊച്ചു പയ്യൻ ആട്ടോയിൽ വന്നപ്പോൾ മേളിൽ പോയപ്പോൾ വീട് അടച്ചിരിക്കുന്നു. അങ്ങനെ താഴത്തെ വീട്ടിൽ വന്ന് കുറച്ച് ഇരുന്നതിന് ശേഷമാണ് ഇവൻ വീണ്ടും ബൈക്കിൽ വരുന്നു. ഈ പയ്യനെ വിളിച്ചുകൊണ്ട് നേരെ വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയി അവിടെ ഈ കൃത്യമെല്ലാം നിർവഹിച്ചു. ഇവരെല്ലാവരെയും ഓരോരുത്തരായിട്ട് അവൻ കൊന്നു. ഈ പെൺകുട്ടിയെ മുകളിലൊരു കസേരയിൽ കൊന്നിരുത്തിയിരിക്കുകയായിരുന്നു. കാരണം ഇത് ഈ പോലീസിനോടൊപ്പം ഇത് അവിടെ പിന്നെ ഈ കതക് പൊട്ടിച്ചകത്തുകാരൊരു പയ്യുണ്ട്. ആ പയ്യൻ നേരെ പറഞ്ഞാണ്. അപ്പോൾ ഇവർ വെളിയിൽ നോക്കുമ്പോൾ 2 ഡോർ ലോക്കാണ്. അപ്പോൾ ഗ്ലാസ്സിനകത്ത് നോക്കുമ്പോൾ എന്തോ അകത്ത് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്, വ്യക്തമായിട്ട് കാണാൻ വയ്യ. അവരിങ്ങനെ ഫ്രണ്ട് ഡോർ പൊട്ടിക്കാൻ നോക്കിയിട്ട് പറ്റില്ല. അങ്ങനെ ബാക്ക് ഡോർ പൊട്ടിച്ച് അകത്ത് കയറിയപ്പോഴത്തേക്ക് ഹാളിൽ ഒരാൾ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അടുത്ത റൂമിനകത്ത് ഒരാൾ. അത് കഴിഞ്ഞ് ഒരു മേളിൽ കയറിയപ്പോഴത്തേക്ക് ഈ കൊച്ചിനെ ഒരു കസേരയിൽ കൊന്നിരുത്തിയേക്കുന്നതാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. അനിയനും അമ്മയും താഴെ, ഈ കൊച്ചിനെ മുകളിൽ. കൊച്ചിന്നലെ 3:30 മണിക്ക് ശേഷമാണ് അങ്ങോട്ട് പോയതെന്ന് പറഞ്ഞു. ഇന്നലെ ഒരു 6 മണിക്ക് എൻ്റെ മോള് വിളിച്ചു പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ ആംബുലൻസ് 2-3 സ്പീഡിന് പോകുന്നു, പെട്ടെന്ന് തിരിച്ച് വരുന്നപ്പോൾ എന്താണ് സംഭവം തന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വെങ്ങാട് ജംഗ്ഷനിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഞാനൊരു മീഡിയയുടെ ക്യാമറാമാനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചപ്പോഴും ഒന്നും അറിയില്ല, എന്താ സംഭവിച്ചെന്ന് അറിയുമ്പോൾ ഞാൻ ആക്സിഡൻ്റ് ആണോ എന്തൊന്നും അറിയില്ല. അപ്പോൾ ഇതിനിടയ്ക്കൊരു കടയിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു 1 കിലോമീറ്ററിനകത്താണ് സംഭവിച്ചത്, ആക്സിഡൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. എന്ത് തന്നെ ആയിരുന്നാലും വല്ലാത്ത ബ്രൂട്ടലായിട്ട് അവനെ കൊല്ലാൻ സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. എങ്ങനെ ഇതൊക്കെ സഹിക്കുക എന്നുള്ളതാണ്. ആ അമ്മ ഇതെങ്ങനെ സഹിക്കുമെന്നും അറിയത്തില്ല. ഒരു മകൻ മരണം, ഒരു മകൻ ജയിലിൽ. അമ്മ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ വീണതാണെന്ന് കൂടെ പറയുമ്പോൾ ആ അമ്മ എത്രത്തോളം കെയർ ചെയ്യുന്നൊരു അമ്മയാണെന്ന്. വിഷയം അത്രയേ ഉള്ളൂ. ആ പെൺകുട്ടിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആണ്. 7 വർഷമായിട്ട് സ്ട്രഗിളിലാണ് അച്ഛൻ. അപ്പോൾ 7 വർഷമായിട്ട് നാട്ടിലേക്ക് പൈസയൊന്നും അയക്കാനുള്ള അത്രയും സാമ്പത്തിക ഭദ്രതയില്ല, പ്രോബ്ലംസ് ആണ്. പുള്ളി അവിടെ പെട്ട് കിടക്കുന്നു. വിസയ്ക്ക് ഇഷ്യൂസ് ഉണ്ട്.
നാട്ടിലേക്ക് വരാൻ പറ്റാത്ത തക്കവണ്ണമുള്ള പ്രോബ്ലംസ് പുള്ളി ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഇവരെ ഫാമിലിയോട് അവിടെ കൊണ്ടുപോകുന്നു. അങ്ങനെ പുള്ളി ഒരു വല്ലാത്ത ഒരു പെടലിൽ പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ മകനെ വളരെ വലിയ പ്രതീക്ഷയോടെ ഉറ്റു നോക്കുന്നുണ്ടായിരിക്കാം കുടുംബം ഒന്നടങ്കം. ഇനി ആ കടങ്ങളെല്ലാം വീട്ടി നാട്ടിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് കുടുംബം തീരുമാനിക്കുന്നിടത്ത് കുടുംബക്കാർ വലിയ ആൾക്കാരാകും, അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായത്തിൽ ഒന്നായിരിക്കണം ഈ പയ്യൻ്റെ പെണ്ണിനെ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ 23 വയസ്സുകാരൻ ഇപ്പോൾ വിവാഹം കഴിക്കണ്ട എന്നൊരു സജഷൻ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇവൻ ഗൾഫിലേക്ക് പോകാനായിട്ട് പ്ലാനും ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ജോലി ശരിയായിട്ടുണ്ടാകത്തില്ല. ഇനി പോയാൽ തന്നെ അച്ഛനെ പോലെ പെട്ടുപോയാൽ തിരിച്ചെത്തുമ്പോൾ ഈ പെൺകുട്ടിയെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള തോന്നലും ഉണ്ടാവാം. ആരും ഒരു സപ്പോർട്ടോ കൂട്ടുകാരോ സജഷനോ ഒന്നും പുള്ളി എടുത്തിട്ടുണ്ടാവില്ല. ആകെ അമ്മയുമായിട്ടായിരിക്കും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അമ്മയുമായി സംസാരിക്കുമ്പോൾ അമ്മ പരാതി പോലെ പറഞ്ഞിട്ടുണ്ടാവും, ഭർത്താവ് നാട്ടിൽ വരാത്തതും കടങ്ങളും ബാധ്യതകളും ഒക്കെയുള്ള മകനെ ആ രീതിയിൽ തന്നെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അതിൻ്റെ വാശിക്കായിരിക്കും അമ്മയെ ഉപദ്രവിച്ചത്. അമ്മ മരണപ്പെട്ടപ്പോൾ പിന്നെ തീരെ നിവർത്തിയില്ലാതെയാണ് അടുത്ത കൊലകൾക്ക് ഇറങ്ങിയത്. അതിൻ്റെ കാരണം ഈ വാപ്പുമായും ഈ പറയുന്ന മൂത്ത ചേട്ടശാരും അയാളുടെ ഭാര്യയും അവരെ കൺസേൺ ചെയ്തതിൻ്റെ കാരണം അയാളായിരിക്കും ഈ വിവാഹ ബന്ധത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആദ്യ സമയത്തൊക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് ഈ മരണപ്പെട്ട ചേട്ടൻ, അതായത് വല്യാപ്പ തന്നെയാണ് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാപ്പായെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൈസ കൊടുക്കുന്ന ആൾക്കുള്ള ഒരു ധാർഷ്ട്യം, ഒരു അധികാര മനോഭാവം അത് ഈ കുട്ടിയുടെ ജീവിതത്തിലേക്ക് അവർ കാണിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പുള്ളിക്ക് ആ വാശി വന്നതും അവിടെ പോയി അയാളെ കൊന്നതും. വേറെ ഒരു സൗകര്യങ്ങളെയും അയാൾക്ക് അവൻ ടാർഗറ്റ് ചെയ്തില്ലല്ലോ. കൊല്ലുകയായിരുന്നെങ്കിൽ എല്ലാവരെയും കൂടെ കൊല്ലണ്ടേ. അപ്പോൾ ഈ പറഞ്ഞ ആളായിരിക്കും കൂടുതൽ ഇതിനകത്ത് അധികാര രൂപേണ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് എന്ന് ഇവനെ വിലക്കിയിട്ടുണ്ടാവുക. സ്വാഭാവികമായി അവരുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് നമുക്ക് തോന്നിയാൽ ആ ജനറേഷൻ ഗ്യാപ്പ് മനസ്സിലാക്കണം. അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നിടത്ത് പകരം എന്തെങ്കിലും വല്ലാണ്ട് അവനെ മുഷിഞ്ഞ് അവനക്ക് ഉപദ്രവകരമാകുന്ന രീതിയിൽ അവന് മെൻ്റൽ ടോർച്ചർ ചെയ്തിട്ടുണ്ടാവണം. കടവും ബാധ്യതയും പ്രശ്നങ്ങളും എന്നും പ്രോബ്ലംസും ജോലിക്കൊന്നും പോകാൻ കഴിയാതെ പെട്ടു നിൽക്കുന്ന കുഞ്ഞുങ്ങളടുത്ത് നമ്മൾ സൗമ്യമായി ഇടപഴകിയില്ലെങ്കിൽ കുട്ടികൾ ഇതുപോലെ അക്രമാസക്തരാകും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇളയ കുഞ്ഞിനെ കൊന്നുകളയാനുള്ള റീസൺ ആ കുട്ടിക്ക് സേഫ് ആകാൻ ഒരുപാട് വഴിയുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടിറങ്ങി ഓടെയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. പക്ഷെ അത് അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. അതിന് മുമ്പേ അതിനെയും ചെയ്ത് കാണാനാണ് സാധ്യത. രണ്ടുപേരോട് സ്നേഹമായിരുന്നു. സ്നേഹമുള്ളവരെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനകത്തുമുണ്ടൊരു സൈക്കോളജി. കാരണം അവൻ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ അവൻ എന്തായാലും വിഷം കഴിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ ജയിലിലേക്ക് പോവുകയാണ്. അപ്പം ഈ പെൺകുട്ടി നഷ്ടപ്പെടാതിരിക്കാനാണ് പെൺകുട്ടിയെ കൊന്നുകളഞ്ഞത്. അതേപോലെ അനിയൻ ഒറ്റയ്ക്കായി പോകും, ആരും ഇല്ലാണ്ടായി പോകും എന്നുള്ളതുകൊണ്ട് അനിയനെയും കൊന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ അനിയൻ പുറത്ത് കാര്യങ്ങൾ പറയുമോ എന്നുള്ള ഭയം കൊണ്ടാവാം. അത് ചാൻസ് വളരെ കുറവാണ്. കാരണം ഹിംസെൽഫ് പോയി സറണ്ടർ ആയതുകൊണ്ട് ചാൻസ് വളരെ കുറവാണ്. പക്ഷെ മൃഗീയമായ കൊലപാതകത്തിന് അവൻ എന്തെങ്കിലും കഴിച്ചിട്ടുമുണ്ടാകാം. ഡ്രഗ് ഏത് രീതിയിലും ആകാമല്ലോ, മദ്യവും ആകാം, അല്ലാതെ ഡ്രഗ്സും ആകാം. അതൊക്കെ സോഴ്സ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വളരെ സുലഭമാണ്. പോലീസിൻ്റെയൊക്കെ കെടുകാര്യസ്ഥത കൊണ്ട് ഇഷ്ടംമാതിരി ഇതിങ്ങനെ കറങ്ങി നടക്കുകയാണ്. പെട്ടെന്ന് പണക്കാരനാകാനുള്ളവരും ഇതൊക്കെയാണ് വിൽപ്പനയ്ക്ക് എടുക്കുന്നത്. അവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കതിനെപ്പറ്റിയൊന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. വല്ലാത്തൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് അന്തം വിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ചെയ്ത്ത്. ആ ഉമ്മയും പാപ്പയും അതെങ്ങനെ താങ്ങുമെന്ന് എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് നെർവസായി, ടോട്ടലി മെൻ്റലി ഡിസ്ട്രാക്റ്റ് ആയ ഒരു ഡേ ആണിത്. ബിക്കോസ് ആ ഇളയ കുഞ്ഞിൻ്റെ മുഖം കാണാൻ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. ഫുഡ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് കഴിക്കാനുള്ള ഒരു സാവകാശം, അല്ലെങ്കിൽ അവനൊന്നും അറിയുന്നതിന് മുമ്പ് തന്നെ അവനെ ഇല്ലാതാക്കി കളഞ്ഞ ഒരു ക്രൂരത ഓർക്കുമ്പോൾ ഭയങ്കര നിസ്സഹായത തോന്നും. അത് മാത്രമല്ല, ഇഷ്ടപ്പെട്ട പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് തല അടിച്ച് പൊളന്ന് കൊന്നുകളയുന്ന ക്രൂരത. ഇതൊക്കെ നമ്മളെ സിനിമകൾ ഒരുപാട് കുട്ടികളെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. എനിക്കും അത് തന്നെ ചെയ്യുന്നത്. ഉണ്ണിമുഖത്തിൻ്റെ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ മക്കളെയും കൊണ്ട് പോയതേ ഇല്ല, കാണണമെന്നേ താല്പര്യമില്ലായിരുന്നു. ഇത്രയധികം വയലൻസ് ഒന്നും കാണാൻ താല്പര്യമില്ല. പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൻ്റെ റിവ്യൂ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഒരുപാട് പേര് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് യങ് ജനറേഷൻ. അപ്പോൾ ഇത് ഒന്നാമതേ ഗെയിം അതുപോലുള്ള കാര്യങ്ങളിൽ തന്നെ ഈ കുട്ടികൾക്ക് സ്വബോധം നഷ്ടപ്പെട്ട ഫോമാണ്. ഈ വണ്ടി ഓടിക്കുന്നതായാലും ഒക്കെ തന്നെ അതിൻ്റെ കൂടെ ഇതും കൂടെയൊക്കെ ആകുമ്പം അവർക്കിത് മനസ്സിലാവുകയാണ്, എങ്ങനെ എവിടെ അടിക്കണം, ഏത് ഭാഗത്ത് അടിച്ചാൽ കൊല്ലാം, എമാതിരി അതുങ്ങളെ കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല. നാട്ടിലേക്ക് വരാൻ കഴിയാതെ നിൽക്കുന്ന അവരുടെ അപ്പനാണ് ഇതിലെ യഥാർത്ഥ വിക്ടിം എന്ന് ഞാൻ പറയും. പാവമെന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇത്രയും വലിയൊരു കാര്യം വീട്ടിൽ സംഭവിച്ചിട്ടെത്താൻ പറ്റാത്തത്. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മൗനമായി നല്ല രീതിയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ ആത്മാഭിമാന ബോധമുള്ള പിള്ളേരായിരിക്കും. പക്ഷെ അവരെ
ഒരുപാട് നമ്മൾ കുത്താൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഞാൻ ആ പയ്യനെ സപ്പോർട്ട് പറയുന്നതല്ല, പക്ഷെ അവൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അവന് വേറെ വഴിയില്ലാണ്ട് അവൻ ചെയ്തിട്ടുണ്ടാകും. ഈ കുടുംബ ബന്ധങ്ങളിൽ, കൂട്ടുകുടുംബങ്ങളിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയാണ്. അമിതമായി ആ കുട്ടികളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കും. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ പിള്ളേർ അനുഭവിച്ചിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, പിള്ളേർ തിരിച്ച് പറയും. കാരണം തിരിച്ച് ഇതുപോലെയൊക്കെ പ്രതികരിച്ച് കളയും. വീട്ടിലെ കടബാധ്യത, ആ ബുദ്ധിമുട്ട്, അത് കാരണം 23 വയസ്സിൽ തന്നെ കുടുംബത്തിൻ്റെ ഭാരം താൻ ചുമക്കേണ്ടി വരുമെന്നുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ എല്ലാം കൂടെയാണ് ആ ചെറുക്കനെ കൊണ്ട് ചെയ്തിട്ടുള്ളത്. ആ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം വീട്ടുകാർ അംഗീകരിച്ചു, പക്ഷെ വിവാഹം ഉടനെ നടത്താൻ പറ്റില്ല എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ അല്ല എങ്കിൽ പിന്നെ കൂടുതൽ വയലൻസ് കൂടുതലാകാനാണ് സാധ്യത. ഒരുപക്ഷെ അതായിരിക്കില്ല, ഉടനെ എന്നല്ല, ആ വിവാഹം പറ്റില്ല എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ട്. മിക്ക വീടുകളിൽ നടക്കുന്ന ഒരു സംഗതി വേറൊന്നുണ്ട്. ഇച്ചിരി ക്യാഷൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് കട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഫണ്ട് കിട്ടും. ആ ഫണ്ട് വെച്ച് കടങ്ങളൊക്കെ വീട്ടാമെന്നുള്ള സ്വപ്നവും ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും കൺസേണും അതിനകത്ത് ഉണ്ടായിരിക്കാനാണ് സാധ്യത. എന്തായാലും ഇതിനകത്ത് യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്ന പയ്യൻ്റെ വല്യാപ്പാണ്. നന്നായിട്ട് അയാളെന്തോ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ആ പയ്യൻ തലതിരിഞ്ഞ് ഈ പരിപാടി ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ അതാണ് അയാളെ തന്നെ പോയി ടാർഗറ്റ് ചെയ്ത് കൊന്നിട്ടുള്ളത്. ആ വല്യന്മാരുടെ അടുത്ത് പോയിട്ട് ഉരുപ്പടി ചോദിച്ചപ്പോൾ മര്യാദയ്ക്ക് കൊടുത്തിട്ടുണ്ടാവത്തില്ല. അവർ അത് ശവമടക്കിന് വെച്ചിരിക്കുന്നതാണെന്ന് അവർ തന്നെ പറഞ്ഞു. അവരുടെ അവസാനത്തെ ചിലവിന് വേണ്ടിയിട്ട് മക്കൾ ബുദ്ധിമുട്ടായിരിക്കാൻ വേണ്ടി കഴുത്തിമാല ഇട്ടിരിക്കുന്നതിന് ഒട്ടും സേഫ് അല്ലാത്ത കാര്യമാണ് ഉമ്മമ്മ ചെയ്തത് പോലും. അതാണ് ആ പയ്യൻ പിടിച്ചു പറിച്ച് അവിടെ ഉമ്മമ്മയെയും അങ്ങനെ കൊന്നിട്ട് വന്നിട്ടുണ്ടാവുക. ഏതായാലും ഇതിനകത്ത് ഒരു റിയാക്ഷൻ്റെയോ ഒരു സംസാരത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയണമെന്ന് തോന്നി. കുടുംബക്കാർ കുറച്ച് ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആൺകുട്ടികളുടെ കാര്യങ്ങളിൽ അധികമൊന്നും ഇടപെടാതിരിക്കുന്നത് അവരവരുടെ ജീവന് സെക്യൂരിറ്റി ഉണ്ടാകും. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കാം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും നമുക്കിട്ട് തരിക എന്നുള്ളതാണ്. ആ പയ്യൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവൻ ഇല്ലാണ്ടാവുന്നതായിരിക്കും നല്ലത്. ഇനി അവനിക്കത് ഇതെല്ലാം ഇത്രയും ചെയ്തിട്ട് ഇനി അവനൊരു നോർമൽ ലൈഫ് അവനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ അവൻ ഇതത്രയും ചെയ്തു കൂട്ടിയതാണ്. ഒരു പ്രീ പ്ലാനും ഇതിനകത്തില്ല എന്നുള്ളത് വ്യക്തമാണ്. അത് അത്രയും ഈസി ആയിട്ട് അവനത് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഉമ്മ അത് കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ മകൻ മരിച്ചു എന്നല്ല, ഈ മകൻ ഇങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് ഉമ്മക്ക് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ മോൻ സേഫാണോ അല്ലെന്ന് ചോദിക്കുന്നത് അവനെയും എന്തെങ്കിലും ഇവൻ ചെയ്യുമോ എന്നുള്ള ഭയമായിരിക്കും. ഈ മകൻ്റെ ഈ ഭ്രാന്ത് ശരിക്കും ഉമ്മ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതിലൊക്കെ മറ്റൊരു കാര്യമുണ്ട്. ഇത്തരത്തിൽ വീട്ടിൽ തന്നെ ചില നേരത്ത് പെർഫോം ചെയ്യും കുട്ടികൾ, എടുത്തെറിയുക, തോന്നിവാസങ്ങൾ. ഇതൊക്കെ ഒരു പ്രായത്തിൻ്റെ ഇതാണെന്ന് നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. കുട്ടികളടുത്ത് സംസാരിക്കുകയും അവർക്ക് അപ്പോൾ വേണ്ട കൗൺസിലിംഗ് കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉള്ളിലുള്ള ആ ക്രിമിനൽ വാസന പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. ഒരു രീതിയിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാഞ്ഞിട്ടും ഒരു കൂട്ടുകെട്ടും ഒരു മോശം പ്രവൃത്തിയിലും ഒന്നിലും പിടിപെടാത്ത ആ പയ്യനിക്ക് ഇങ്ങനെയൊന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ മൗനമായിട്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിലേക്ക് അത്രത്തോളം വിഷം കയറുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് തെളിവ്. ചിലപ്പോൾ ഇത് ഞാൻ പറയുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ല. എല്ലാവരും പറയും നോക്കൂ കൊലപാതകിയെ സപ്പോർട്ട്. അങ്ങനെയല്ല, ഞാൻ ആ പയ്യനെ സപ്പോർട്ടല്ല പറഞ്ഞത്. അവൻ്റെയും ഒരു ഭാഗം ഉണ്ട്, ഇതായിരിക്കാം അവസ്ഥ എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും കൊലപാതകങ്ങളൊന്നും കറക്റ്റാണെന്നോ അല്ലെങ്കിൽ അത് ശരിയാണെന്നോ ഓക്കെ ആണെന്നോ അല്ല പറഞ്ഞത്. ആ കുട്ടിയുടെ മാനസികാവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അവൻ്റെ ഉള്ളിലും ഇതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവും. ഒന്നുമില്ലാതെ അവൻ പോയി ചെയ്യുമോ? പിന്നെ കുറേ നരേഷൻസ് കണ്ടു. അവൻ മോഷ്ടിക്കാനാണ്, കഞ്ചാവിനാണ്, ആർഭാടത്തിനാണ്. ഈ ആരെങ്കിലും കൊന്നിട്ട് ആർഭാടം കാണിക്കാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നുണ്ടോ? അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നുമല്ല. നന്നായി പ്രൊവോക്ക് ചെയ്തു. അവനെ പ്രൊവോക്ക് ചെയ്തതിന് അമ്മയും സപ്പോർട്ട് ചെയ്തു. അതാണ് അമ്മയെന്ന് നോക്കാതെ അമ്മയ്ക്ക് ഇട്ടും കൊടുത്തത്. ഇതേ സാധനം ഒരുപക്ഷെ പാപ്പുമായും പറഞ്ഞിട്ടുണ്ടാവാം. ആ കുടുംബ വ്യവസ്ഥയാണ് അവനെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കൂട്ടുകുടുംബം തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ കൂട്ടുകുടുംബമാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും മിനിമം പാലിക്കേണ്ട മര്യാദകളുണ്ട്. അത് പാലിക്കാതെ അനാവശ്യമായി അവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴാണ് ഉള്ളത്. ഇതിപ്പോൾ ഒരു പൈസ കടം കൊടുക്കുന്ന പൈസ കടം കൊടുക്കുന്നത് കൊണ്ട് അവർ പിന്നെ അടിമയായിരിക്കണമെന്നൊരു ധാർഷ്ട്യം പുള്ളിക്ക് ഉണ്ടായിരുന്നിരിക്കണം. അതായിരിക്കാം പുള്ളി അങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത്. അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളെ ഒരിക്കലും മറ്റൊരാൾ ഇത് പറയണത് ഇപ്പോഴത്തെ ജനറേഷൻ അംഗീകരിക്കത്തില്ല. അത് അവരുടെ സഹിഷ്ണുത കുറവെന്നോ അല്ലെങ്കിൽ അവരുടെ മെൻ്റൽ ഇഷ്യൂസെന്നോ ഒക്കെ നമുക്ക് പറയാം. നമുക്ക് ഇതൊക്കെ പറയാനേ പറ്റൂ. നമ്മുടെ ജനറേഷൻ അല്ല. ഓരോ ജനറേഷൻ കഴിയും തോറും ഓരോ രീതിയിലുള്ള പുരോഗമനം വരും. അതിലേക്ക് ഈ പഴയ ആൾക്കാർ എത്തിപ്പെട്ടില്ലെങ്കിൽ, അവർക്കൊപ്പം ഓടിയെത്താൻ പറ്റിയില്ല എങ്കിൽ മൗനമായി ഇരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കുക എന്നുള്ളതാണ്. പണ്ടത്തെ കാലമൊക്കെയാണ് നിഷ്ഠകൾ, ഇത് പറ്റില്ല അത് പറ്റില്ല എന്ന്. ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊന്നും അനുസരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യത്തില്ല. ആ കുട്ടിക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുകയും അതിന് ശരിക്കും യാഥാർത്ഥ്യബോധത്തോടുകൂടി എന്നോട് സംസാരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരത്തില്ലായിരുന്നു.
ക്യാൻസർ പേഷ്യൻ്റായ അമ്മയെ അടിച്ച് കൊല്ലാനും മാത്രമുള്ള വൈരാഗ്യം എനിക്ക് അമ്മയോട് വന്നിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ആയിരിക്കും എന്നുള്ളത് ഓർത്ത് നോക്കും. അവൻ ഈ മുറി അടച്ചൊക്കെ ഇരിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതൊരു നല്ല ടേമേ അല്ല. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പല കുഞ്ഞുങ്ങളും അനാവശ്യമായി ഇതുപോലെ മൊബൈൽ ഞോണ്ടി ഇരുന്ന് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ പോയി പെടും. പലരും പറയും അവൻ പുറത്തൊന്നും ഒരു കൂട്ടുകെട്ടും ഇല്ലല്ലോ എന്ന് പറയും. ആ മൊബൈലൊക്കെ ധാരാളമാണ്. ലോകം മുഴുക്ക കൂടാനുള്ളൊരു സാധനമാണ് ഈ മൊബൈലെന്ന് പറയുന്നത്. അതിൽ കൂടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്രൈമുകൾ ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ആ വീട്ടിന് ചുറ്റുമുള്ളവരൊക്കെ പറയുന്ന ഓരോന്ന് കേൾക്കുമ്പോൾ തല പെരുക്കണു എന്നതിനപ്പുറം ഇതിനകത്തൊരു അഭിപ്രായം പറയരുതെന്ന് കരുതിയാണ്. പക്ഷേ ഇത്രയെങ്കിലും തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതായിരിക്കാൻ ആണ് ചാൻസ്, അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല, വേറെ ഒന്നും ഉണ്ടാകാൻ ഒരു ഇതുമില്ല. താങ്ക് യു.